കുട്ടികളിലുള്ള സ്വഭാവ വൈകല്യം എത്ര ഉണ്ട് ഈ സമൂഹത്തിൽ. കുട്ടികളിൽ സ്വഭാവ വൈകല്യം ഒരു വലിയ പ്രശ്നം തന്നെയാണ്. കുഞ്ഞു കുട്ടികൾക്ക് അമ്മമാർ മൊബൈൽ കൊടുത്ത് ചോറ് ഊട്ടിക്കുന്നത് കാണാറുണ്ടല്ലോ. ഈ മൊബൈൽ കൊടുത്താൽ ഓട്ടിസം വരും, ബുദ്ധിമാന്ദ്യം വരും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിനുള്ള പ്രൂഫില്ല. എന്നാൽ മൊബൈൽ അഡിക്ഷൻ നന്നേ ചെറിയ പ്രായത്തിൽ ഉണ്ടാകുന്നു. ഈ കുട്ടി മൊബൈൽ കാണുമ്പോൾ മൊബൈൽ നോക്കാൻ നല്ല എളുപ്പമാണ്. അതിനകത്ത് പടങ്ങളൊക്കെ, ലൈറ്റ്, കളറൊക്കെ മാറി മാറി വരുന്നു. ഈ മനുഷ്യരൂപങ്ങളും ഡാൻസ് ചെയ്യുന്നതൊക്കെ കുട്ടിക്ക് മനസ്സിലാവുന്നു. എന്നാൽ അതൊരു എഡ്യൂക്കേഷണൽ വാല്യൂ ഉണ്ടാകും എന്ന് നമ്മൾ വിചാരിക്കുന്നത് തെറ്റാണ്. ഈ കുട്ടിക്ക് ഇതിനോടൊരു അഡിക്ഷൻ വരികയും ചെയ്യും. ബുക്ക് നോക്കാനായിട്ട് സമയമില്ല, ബുക്ക് നോക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഇല്ല, ഇങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥയായി വരുന്നു. അതുപോലെ ഈ കുട്ടിയോട് അമ്മ സംസാരിക്കുമ്പോൾ കുട്ടിയുടെ ശ്രദ്ധ മുഴുവൻ മൊബൈലിലാണ്. അങ്ങനെ ഈ കുട്ടി വളർന്നു വരുമ്പോൾ സ്കൂളിൽ പോകുന്ന സമയമാകുമ്പോൾ കുട്ടിക്ക് മൊബൈൽ ടൈം വേണമെന്ന് പറയും. മൊബൈൽ കാണണം. അപ്പോൾ ആ കുട്ടിയുടെ സ്റ്റഡി ടൈം കുറഞ്ഞു വരുന്നു. അതായത് മൊബൈൽ കാണാനായിട്ട് ആ കുട്ടിയുടെ സമയം മുഴുവൻ ഉപയോഗിക്കുന്നു. ആ കുട്ടിക്ക് സ്റ്റഡി ടൈം ഇല്ല, പ്ലേ ടൈം ഇല്ല. കുട്ടികൾക്ക് പ്ലേ ടൈം വളരെ പ്രധാനമാണ്. കാരണം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒബീസിറ്റി, അതായത് അമിതവണ്ണം കൂടുതലായി കണ്ടുവരുന്നു. കാരണം ഈ കുട്ടികൾക്ക് വ്യായാമമില്ല. പണ്ട് കുട്ടികൾ ചുമ്മാ ചാടി നടന്ന് കളിച്ചുകൊണ്ടിരുന്നതായിരുന്നു. ഇപ്പം അങ്ങനെ ഓടിച്ചാടി നടന്ന് കളിക്കുന്ന കുട്ടികളെ നമ്മൾ കാണുന്നില്ല. എല്ലാവരും ടി വിയുടെ മുമ്പിലും മൊബൈലിൻ്റെ മുമ്പിലും ആണല്ലോ. അതുകൊണ്ട് തന്നെ മൊബൈൽ കുട്ടികൾക്ക് കൊടുക്കരുത്. ടി വി ടൈമിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുന്നത് തന്നെയാണ് നല്ലത്. ഫിസിക്കൽ ആക്ടിവിറ്റിയാണ് ഏറ്റവും നല്ലത്. ഫിസിക്കൽ ആക്ടിവിറ്റിക്കുള്ള അവർക്ക് എന്തെങ്കിലും സാഹചര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കണം. അവർക്ക് വേറെ കൂട്ടുകാരുടെ കൂടെ കളിക്കാനുള്ള പ്ലേ ടൈം, അല്ലെങ്കിൽ നമ്മൾ തന്നെ അവരുടെ കൂടെ കളിക്കാം. അപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് കാണും അതിന്. പിന്നെ സ്റ്റഡി ടൈം എപ്പോഴും നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കണം. ഒരു നോർമൽ സ്റ്റഡി ടൈം എന്ന് പറയുന്നത് വൈകുന്നേരം 6 മുതൽ 8 വരെയാണ്. അത് കഴിഞ്ഞ് പെട്ടെന്ന് നമ്മൾ ആഹാരമൊക്കെ കഴിച്ച് 9 ആകുമ്പോൾ ഉറങ്ങുന്നതാണ് ഒരു നോർമലായിട്ടുള്ളൊരു ഫിനോമിനൻ. അതുപോലെ ഇന്ന് കുട്ടികൾക്ക് കണ്ടുവരുന്ന വേറൊരു സ്വഭാവ വൈകല്യമാണല്ലോ ഡ്രഗ് അഡിക്ഷൻ. ഡ്രഗ് അഡിക്ഷൻ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഏജൻസികൾ, ഇത് വിൽക്കുന്ന ഏജൻസികൾ സ്കൂളുകളിൽ വന്ന് ചില മുതിർന്ന കുട്ടികളെ പിടിക്കുന്നു. അവർക്ക് ഇത് വിറ്റാൽ കാശ് കൊടുക്കാമെന്ന് പറയാം. ഏറ്റവും നന്നായിട്ട് നമുക്കിത് പിടിക്കാൻ പറ്റുന്നത് ചില കുട്ടികൾ പെട്ടെന്ന് എവിടുന്നോ കാശ് കൊണ്ടുവന്ന് അവർക്ക് ഇഷ്ടമുള്ള സാധനമൊക്കെ മേടിക്കുന്നു. ഇത് ഈ കുട്ടിക്ക് എവിടുന്നാണ് ഈ കാശ് കിട്ടുന്നത് എന്നൊന്ന് തീർച്ചയായിട്ടും ആരായേണ്ടതാണ്. അച്ഛൻ്റെ പോക്കറ്റിൽ നിന്ന് എടുക്കുന്ന ആയിരിക്കാം. പക്ഷേ പല മുതിർന്ന കുട്ടികൾ ഇപ്പോൾ ഈ ബിസിനസ് ചെയ്ത്, അതായത് ഈ ഡ്രഗ് വിറ്റ് സ്കൂളിലുള്ള മറ്റു കുട്ടികൾക്ക് വിറ്റ് കാശുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവർ ഈ ചെറിയ കുട്ടികളോട് പറയുന്നു ഈ സാധനം നല്ലതാ, ഇത് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചെറിയ കുട്ടി പോയി വീട്ടിൽ നിന്ന് കാശ് മോഷ്ടിച്ച് ഇത് മേടിക്കുന്നത് പല സ്കൂളുകളിലും നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. ഈ അമ്മയച്ഛന്മാർ നമ്മുടെ കുട്ടി പെട്ടെന്ന് എവിടുന്നോ പൈസ കൊണ്ടുവരുന്നോ എന്ന് എപ്പോഴും ശ്രദ്ധിച്ച് നോക്കണം. അവർക്ക് അമിതമായി പൈസ കൊടുക്കുകയും ചെയ്താൽ അവർ ഈ പ്രവണതയിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പൈസ കൊടുത്തില്ലേ എൻ്റെ മോന് മനപ്രയാസം ഉണ്ടാകുമെന്ന് വിചാരിച്ച് അമിതമായി പൈസ കൊടുക്കരുത്. അതിന് കൊടുക്കുകയാണെങ്കിൽ അതിനൊരു അക്കൗണ്ട് വെച്ച് ആ കുട്ടി എന്തിനാണ് ഈ പൈസ ചിലവാക്കുന്നതെന്ന് തീർച്ചയായിട്ടും കണ്ടുപിടിക്കണം. പിന്നെ പല കുട്ടികൾക്കും സ്വഭാവ വൈകല്യം കണ്ടുവരുന്നത് അവർക്കൊരു ചെറിയൊരു അനിയനോ അനിയത്തിയോ ഉണ്ടാകുമ്പോൾ അമ്മ എപ്പോഴും ആ കുട്ടിയെ എടുത്തുകൊണ്ട് നടക്കുന്നു, ലാളിക്കുന്നു. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ സാധാരണ ഒരു കുട്ടിക്ക് സിബ്ലിംഗ് റൈവലറി, അതായത് ഇളയ കുട്ടിയോട് കൂടുതൽ സ്നേഹം കാണിക്കുന്നതിനെ കുറിച്ചൊരു വേവലാതി ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളാണ് അവർക്ക് എന്തോ അസുഖമുണ്ടെന്ന് കാണിക്കും. ഒരു അപസ്മാരം വരുന്നു, അതുപോലെ മോഹാലസ്യം വരുന്നു, അവർക്ക് തലവേദനയാണ്, കുത്തിയിരുന്നിട്ട് എഴുന്നേക്കാൻ വയ്യ, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും കാണിക്കാറുണ്ട്. അപ്പം ഇത് ഒരു ഡോക്ടർ കണ്ടാൽ തിരിച്ചറിയേണ്ടതാണ് ഈ കുട്ടിക്ക് അസുഖമൊന്നുമില്ല, ഈ കുട്ടി ഇത് കാണിക്കുന്നതാണെന്നുള്ളത്. അപ്പം ഇത് ഉണ്ടാവാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ കുട്ടി ഉണ്ടാകുമ്പോൾ ആ വലിയ കുട്ടിയെ ഒട്ടും ഉപേക്ഷിക്കരുത്. ആ വലിയ കുട്ടിയോട് കൂടുതൽ സ്നേഹം കാണിക്കാനായിട്ട് നമ്മൾ പോസിറ്റീവായിട്ട് എഫർട്ട് എടുക്കണം. എന്നാലേ ആ വലിയ കുട്ടിക്ക് മാനസികമായിട്ടുള്ള സംഘർഷം ഉണ്ടാകാതിരിക്കുകയുള്ളൂ. ചെറിയ കുട്ടിക്ക് ഏതായാലും അങ്ങനെ ഒരു സംഘർഷം ഉണ്ടാകാൻ പോകുന്നില്ലല്ലോ. ഏതായാലും നമ്മൾ കുറേയൊക്കെ എടുത്തുകൊണ്ടൊക്കെ നടക്കുമല്ലോ. ഇത് വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. സിബ്ലിംഗ് റൈവലറി കൊണ്ട് ഈ മൂത്ത കുട്ടി ഓരോ അസുഖങ്ങൾ കാണിച്ച് നമുക്ക് പിന്നെ അതിൻ്റെ പുറകെ ആശുപത്രി കയറി ഇറങ്ങേണ്ടി വരും.